ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. പാലക്കാടൻ പുളിയവരയും മാങ്ങയും കറി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ വിഷുക്കണി വെക്കുമ്പോൾ മസ്റ്റായി വെക്കേണ്ട ഒരു സാധനമാണ് പുളിയവര. ആ സമയത്താണ് മാങ്ങയും കായ്ക്കുന്നത്. അപ്പോൾ പുളിയവരയും മാങ്ങയും കറി മിക്ക വീട്ടുകാരും ഉണ്ടാക്കും. ഒരു പിടി പുളിയവര എണ്ണയൊന്നും ഒഴിക്കാതെ വറുത്ത ശേഷം ഒരു കുക്കറിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് 4 വിസിലിന് വേവാൻ വെക്കണം. ഒരു പച്ചമാങ്ങ എടുത്ത് അതിന്റെ തോലെല്ലാം കളഞ്ഞ ശേഷം അതിന്റെ പാതി നമുക്ക് കറി വെക്കാൻ എടുക്കാം. മീഡിയം പീസസ് ആയി വേണം നമുക്ക് മുറിക്കാൻ. ഒരുപാട് ചെറുതും ആവരുത്, ഒരുപാട് വലുതും ആവരുത്. കുക്കറിലെ പ്രഷർ എല്ലാം പോയ ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവണം. അഥവാ വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലിന് കൂടെ വയ്ക്കാം. നമ്മുടെ പുളിയോര നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇടാം. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഒരു വിസിലിന് വയ്ക്കാം. മാങ്ങയൊക്കെ പെട്ടെന്ന് വേവും കേട്ടോ. ഒരു തിളയ്ക്ക് വേവുമെന്നാണ് പറയുന്നത്. കറിക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് 1 പിടി തേങ്ങ, 4 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് അരച്ചെടുക്കണം. നമ്മുടെ കറി അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ച ശേഷം വേണം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ. അരപ്പും ചേർത്ത് നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചുള്ള ചൂടുവെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. നന്നായി തിളച്ച് വരട്ടെ. ശേഷം നമുക്ക് കറി ഒന്ന് താളിക്കാം. അതിനായി ഒരു കുഞ്ഞു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ, കടുക്, 3 ചെറിയുള്ളി ചതച്ചത്, 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൊരിച്ച ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വ്യത്യസ്തമായൊരു മണവും രുചിയൊക്കെയാണ് ഈ കറിക്കുള്ളത്. നിങ്ങൾ ഇതുവരെയും വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി കറിയാണ്. ഗൃഹാതുരത്വം ഉണർത്തും ഓർമ്മകൾ തരുന്ന ഒരു കറി കൂടിയാണ് കേട്ടോ ഇത്. ഈ പുളിയവരനെ മൊച്ചക്കൊട്ടാന്നും ഇവിടെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ കായനെ എന്താ പറയാന്നൊന്ന് കമന്റ് ചെയ്യണേ. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ബീട്രൂട്ട്, മാങ്ങ, ഉപ്പുമുളക് ഇട്ടത് എല്ലാം കൂട്ടി ഒരു പിടി പിടിക്കാം. താങ്ക് യു.